fell, it reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. They say, hold on to this time we have, and let the light shine through. They say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവിക പദ്ധതി പ്രകാരം നമ്മുടെ പ്രിയപ്പെട്ട അത്തുലും ജിയും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് പുതിയ ഒരു കുടുംബമായി രൂപപ്പെടുന്നതിന് സാക്ഷ്യം വഹിക്കാനാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ബലിപീഠത്തിന് മുമ്പിൽ ആയിരിക്കുന്നത്. ഒരു നിമിഷം ഈ മക്കളെ സ്നേഹപൂർവ്വം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുന്നൊരു കാര്യം, ഈ ഒരു കർമ്മത്തിൻ്റെ സമയം മുഴുവനും നിങ്ങൾ ഏറ്റവും ഭക്തിപൂർവ്വം ഈ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഒരു തരത്തിലും നിങ്ങൾ സംസാരിക്കുകയോ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന കൃത്യങ്ങളെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഒന്നിച്ച് നടക്കുന്നതിനുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇവരെ ഇത്രത്തോളം ഈ മാതാപിതാക്കളെ ഒത്തിരി സ്നേഹത്തോടുകൂടി സമർപ്പിച്ച് യോജിപ്പിച്ചത് മനുഷ്യനെ ഏർപ്പെടുത്താതിരിക്കട്ടെ എന്ന ശക്തമായ വചനങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെടുന്നതിന് വേണ്ടി ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന എല്ലാവർക്ക് വേണ്ടി ഈ ദിവ്യബലിയിൽ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ ദൈവത്തിനോ മഹത്വം. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ പുകഴ്ത്തുന്നു,
ദിവ്യമഹിമകൾ പാടുന്നു അങ്ങേ മഹാമഹിമനിര നന്ദി ചൊല്ലുന്നിവർ പ്രാണയാ ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവശക്തനാം ദൈവമേ താരനാമങ്ങളെ വാഴ്ത്തുന്നു ഏകാചാരി വസ്തുവേ കർത്താവേ യേശുക്രിസ്തുവേ ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു ദൈവത്തെ കുഞ്ഞാനേ താരനായി ഭക്തിസൂരേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യത്തോടെ ഞങ്ങളെ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ ദീർഘകാലത്തിലും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യത്തോടെ ഞങ്ങളിൽ വാഴുന്ന ക്രിസ്തുവായ യേശുവേ അൻപുകാരേ. ദൈവമേ, ക്രിസ്തുവും സഭയും തമ്മിലുള്ള പരിശുദ്ധമായ ഐക്യം പ്രതിബിംബിക്കത്തക്കവിധം വിവാഹോടമ്പടി അതിശേഷ്ടമായ ഉദാശയാളെന്ന് പവിത്രമാക്കിയല്ലോ. ഈ വധൂവരന്മാർ അതിനനുസൃതമായി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുകയാണല്ലോ. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും,
അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. പ്രതിവചനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവരെന്ന് രുചിച്ചറിയുന്നു. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ യേശുവിന്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വിവാഹത്ത് ഒരു കുടുംബമായി മാറുന്ന അതുൽ ജിയ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആദ്യം തന്നെ പ്രിയപ്പെട്ട അതുലും ജിയയ്ക്കും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. നിങ്ങൾക്ക് പേടിയുണ്ടോ ഇരിക്കാൻ? ഇല്ല, ഒട്ടുമില്ല. ഈ നിങ്ങളിരിക്കുന്ന ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഞങ്ങൾ
വൈദികരായി പട്ടമേൽക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു പൗരോഹിത്യ പട്ടം നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അത് സ്വീകരിക്കാനിരിക്കുന്ന സ്ഥലം ഇതല്ല, നമ്മൾ സൈഡിലാണ് ഇരിക്കുക. അതുപോലെ തന്നെ സന്യസ്തരായിട്ടുള്ള സിസ്റ്റേഴ്സ് അവരുടെ വൃത്തി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഫഷൻ സ്വീകരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സ്ഥലം ഇവിടെയല്ല, മറിച്ച സൈഡിലാണ്. എന്നിട്ട് അവർ മുന്നിലോട്ട് വരികയാണ് ചെയ്യുക. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ ഈ മധ്യഭാഗത്ത് ഇരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. സഭ എന്തുമാത്രം ഈ ഒരു കൂദാശയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. മറ്റെല്ലാ കൂദാശകളിലും വൈദികൻ കാർമ്മികനാണ്. ഈ ഒരു കൂദാശയ്ക്ക് വൈദികൻ സാക്ഷിയും നിങ്ങൾ കാർമ്മികരുമാണ്. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരണം എന്നാണ്. വിശുദ്ധീകരണം. അപ്പോൾ ഈ കൂദാശ ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു കൂദാശയാണ്. അപ്പോൾ നിങ്ങൾ കാർമ്മികരായി പരസ്പരം വിശുദ്ധീകരിക്കാനുള്ള കടമ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കൂദാശയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരിക്കലും ഒരു നിങ്ങൾ വായിച്ച് കേട്ട അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകാവുന്ന ഒരു കഥയാണ്. ഒരു ബിഗ് പാണ്ടയും അതുപോലെ തന്നെ ലിറ്റിൽ ഡ്രാഗണും കൂടിയുള്ള ഒരു യാത്ര. കുട്ടികൾ അവരുടെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു കഥയാണെങ്കിൽ അതിന് വളരെ മഹത്വമേറിയ ചില ചിന്തകൾ നൽകാൻ കഴിവുള്ള ഒരു കഥയാണ്. അപ്പോൾ ഈ ലിറ്റിൽ ഡ്രാഗണും ബിഗ് പാണ്ടയും കൂടി ഒരു യാത്ര പുറപ്പെടുകയാണ്. യാത്രയുടെ ഇടയിൽ വെച്ച് ബിഗ് പാണ്ട ലിറ്റിൽ ഡ്രാഗനോട് ചോദിക്കുകയാണ്, യാത്രയാണോ പ്രധാനം, ലക്ഷ്യമാണോ പ്രധാനം? നിങ്ങൾ രണ്ടുപേരും കേൾക്കുന്നുണ്ടോ? യാത്രയാണോ പ്രധാനം, ലക്ഷ്യമാണോ പ്രധാനം? അപ്പോൾ ലിറ്റിൽ ഡ്രാഗൻ പറഞ്ഞു, യാത്രയും ലക്ഷ്യവുമല്ല പ്രധാനം, കൂട്ടാണ്. ആരാണ് എൻ്റെ കൂടെയുള്ളത് എന്നതാണ് പ്രധാനം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചില യുവാക്കളെങ്കിലും വളരെ ദൂരെ ബൈക്കിൽ ട്രിപ്പായിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ടാകാം. ദൂരേക്ക് ബുള്ളറ്റൊക്കെ എടുത്ത് വലിയ യാത്രകൾ, ഇന്ത്യ മുഴുവൻ ചുറ്റുന്ന ചില യാത്രകൾ നടത്തുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ നടത്തിയിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരനെ എനിക്കറിയാം. അവരെന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെ തിരഞ്ഞെടുക്കുന്ന ആളെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വഴിയിൽ വെച്ച് അടിയുണ്ടാവും. എന്നിട്ട് അവൻ പറയുകയാണ്, ഞങ്ങൾ വഴിയിൽ വെച്ച് പട്ടികളെ പോലെ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും, പട്ടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൊടുക്കും എന്ന് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പറഞ്ഞതുപോലെ വഴിയിൽ വെച്ച് അടിയുണ്ടാകും. ജയഹേ എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അപ്പൊ അതൊരു സൂക്ഷിക്കുന്നു, വളരെയധികം സൂക്ഷിക്കുന്നു. രണ്ടുപേരും കണ്ടിട്ടുണ്ടോ? ജയഹേ കണ്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കൂടുതൽ ഉപദേശങ്ങൾ ഞാൻ ആ വഴിക്ക് തരേണ്ടതായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം നിങ്ങളെ സ്വന്തമായിട്ട് അനുഗ്രഹിക്കുകയും രണ്ടുപേരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ചില ചിന്തകൾ മാത്രം ഞാൻ പ്രത്യേകമായിട്ട് വിവാഹത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ആദ്യം മുതൽ പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇത് ദൈവത്താൽ സ്ഥാപിതമായ ഒരു ബന്ധമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ബന്ധം ദൈവം സ്ഥാപിച്ചതാണ്. നമ്മളൊരിക്കലും ചിന്തിക്കരുത്, ഇന്നയാള് പറഞ്ഞതുകൊണ്ട്, ഇന്നയാൾ ഇടയിൽ നിന്നതുകൊണ്ട്, ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ടാണ് ഈ കല്യാണം ഒത്തു വന്നത്, നടന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ ഇതിൽ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. കാരണം തോബിത്തിന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അനാദികാലം മുതൽ നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവൾ ഇവളാണ്. എന്താണത്? അനാദികാലം മുതൽ നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവൾ ഇവളാണ്. അപ്പോൾ അനാദികാലം മുതൽ ദൈവം
അതുലിന് വേണ്ടി തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ജിയയാണെന്നും നമുക്ക് തിരിച്ചും പറയാം. അനാദികാലം മുതൽ ജിയയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതുലാണ്. അപ്പോൾ ദൈവമാണ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ദൈവമാണ് നൽകിയത് എന്നുള്ള ചിന്ത നമുക്കത് എത്രത്തോളം പ്രേഷ്യസായിട്ട് കാണണം എന്നുള്ള ചിന്ത നമുക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് ആരെങ്കിലും ഒരു സമ്മാനം തരുന്നു, ആ സമ്മാനം തരുന്ന വ്യക്തിയുടെ മഹത്വത്തിനനുസരിച്ച് നമ്മൾ ആ സമ്മാനത്തെ കാത്തു സൂക്ഷിക്കും. ഒരു സാധാരണ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഒരു പേന നൽകുന്നു, ഒരു പക്ഷേ ആ കൂട്ടുകാരൻ നിങ്ങൾക്ക് എത്രത്തോളം വിലപ്പെട്ടതാണോ അതിനനുസൃതമായി നിങ്ങൾ അത് കാത്തു സൂക്ഷിക്കും. ഒരു വൈദികൻ ചിലപ്പോൾ നിങ്ങൾക്കൊരു പൊന്ത നൽകിയേക്കാം, അത് നിങ്ങൾ പ്രേഷ്യസായിട്ട് കാത്തു സൂക്ഷിക്കുക. ഒരു പക്ഷേ മാർപ്പാപ്പ നിങ്ങൾക്ക് ഒരു ജപമാല നൽകുകയാണെങ്കിൽ അതെന്തുമാത്രം പ്രേഷ്യസായിട്ട് ഇത് മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തു സൂക്ഷിക്കും. അങ്ങനെയെങ്കിൽ ദൈവം നൽകിയതാണ് ഈ ബന്ധം എന്നുള്ള തിരിച്ചറിവ് നമ്മൾ എന്തുമാത്രം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ബന്ധമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ പരസ്പര ബഹുമാനത്തോടുകൂടി പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ മുന്നോട്ട് പോകാൻ ദൈവം പ്രത്യേകമായിട്ട് നമ്മളെ വിളിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുകയാണെന്ന ഓർമ്മ നമ്മെ എപ്പോഴും ഈ ഒരു യാത്രയിൽ നയിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ചെയ്യാൻ ഒരു പുതിയ ഭവനത്തിലേക്ക് വന്ന് കയറുകയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചിന്തിക്കുക, എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളോടുകൂടി സംസാരിച്ച് നിൽക്കാൻ. ഒരു പുതിയ കുട്ടികൾ പറയും, അല്ലെങ്കിൽ ഞാൻ അവിടെ പോസ്റ്റായി എന്തായി പോകും, പോസ്റ്റായി അല്ലേ, പോസ്റ്റായി പോകുമെന്ന് പറയാറുണ്ട്. അപ്പോൾ വെറുതെ ഒരു കല്യാണത്തിന് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ മറ്റൊരു ഭവനത്തിലേക്ക് വന്നു കയറുന്ന ഒരു വ്യക്തിക്ക് എന്തുമാത്രം സംരക്ഷണം തീർച്ചയായിട്ടും നൽകാനുള്ള കടമ ആർക്കുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക. ഏറ്റവും സ്നേഹത്തോടുകൂടി പരിഗണനയോടുകൂടി പെരുമാറാനുള്ള ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇതൊരു വിധേയത്വമല്ല, മറിച്ച് ബഹുമാനത്തോടുകൂടി പരസ്പരം പെരുമാറണമെന്നും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചെയ്തു. അപ്പോൾ നമുക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, ഒരു പുരുഷന് മാതാപിതാക്കളുമായിട്ടാണ് രക്തബന്ധം, അല്ലേ? ശരിയല്ലേ? രക്തബന്ധം ആരുമായിട്ടാണ്? മാതാപിതാക്കളുമായിട്ടാണ്. ആ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇതാണ്, ഇത് രക്തബന്ധത്തേക്കാൾ വലിയ ബന്ധമാണ്. രക്തബന്ധത്തേക്കാൾ വലിയൊരു ബന്ധമാണ് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇന്നു മുതൽ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും നിങ്ങൾ ഗൗനിക്കേണ്ട കാര്യമില്ല. ആണോ? അങ്ങനെ ഒരു സൗകര്യപൂർവ്വം ഒരു ചിന്ത ഞാൻ പറഞ്ഞു നൽകിയത്, മറിച്ച് മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാവുന്ന കാലത്ത് അലയുകയും കഷ്ടപ്പെടുകയും കണ്ണീരൊഴുകുകയും വളരെയധികം തീക്ഷ്ണതയോടുകൂടി നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രയത്നിച്ചവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. അവരോടുള്ള നന്ദിയും കടപ്പാടും ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല എന്ന് ഓർത്തുകൊള്ളുക. എപ്പോഴും അവരോടുള്ള ബഹുമാനം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അതേസമയം തന്നെ ഈ ബന്ധം രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവം നൽകിയ ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബന്ധത്തിൽ ശക്തിയായിട്ട് നിലകൊള്ളാനുള്ള കടമ നമുക്ക് ഉണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്നലെ വൈകുന്നേരം മധുരം കൊടുക്കൽ ചടങ്ങുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഞാനിങ്ങനെ മധുരം കൊടുക്കുന്ന ചടങ്ങിന് പോകുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ മധുരം കൊടുക്കൽ ചടങ്ങ് നടത്തുന്നത്? മിക്കവാറും ആർക്കും അറിയില്ല എന്തിനാണ്
പ്രാവശ്യം ചോദിക്കും, മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ എന്നിട്ട് വിളിച്ച് വയ്ക്കുമ്പോൾ 2 പ്രാവശ്യം പറയും മധുരം കൊടുക്കണ്ട, മധുരം കൊടുക്കണ്ട. 3-ാമത്തെ പ്രാവശ്യം പറയും, എന്ത് പറയും? മധുരം കൊടുത്തു. അപ്പം നമ്മൾ വിഴുങ്ങും അല്ലേ? അപ്പോൾ എന്തിനാണ് മധുരം കൊടുക്കുന്നത്? മധുരം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മധുരാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അവിടെ കൂടിയിരിക്കുന്നവർ ആശംസിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഈ തരുന്നവർക്ക് നന്നായിട്ട് അറിയാം, ഇവിടെ കൂടിയിരിക്കുന്ന അധികം പേർക്കും അറിയാം, അത്ര നല്ല അനുഭവങ്ങളല്ല ഉണ്ടാവുക. തീർച്ചയായും ഒരിക്കലും ഞാൻ എൻ്റെ SSLC ബാച്ച് 25 വർഷം കഴിഞ്ഞിട്ട് ഒന്നിച്ചു കൂടിയ സമയത്ത് ഞാൻ അച്ഛനായിട്ട് തന്നെ ലോഹിയിട്ടിട്ടാണ് ആ ഫംഗ്ഷന് പോയത്. അപ്പോൾ അവിടെ വെച്ച് ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് വന്ന് ചോദിച്ചു, ഇപ്പോൾ മറ്റൊരു മതസ്ഥയിൽപ്പെട്ടവരാണ്, അവനോട് ചോദിച്ചു, അച്ഛന് കല്യാണം കഴിക്കാൻ പറ്റില്ല? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ചെറുതായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് കഴിഞ്ഞ് വീണ്ടും എന്നോട് വന്ന് ചോദിക്കുകയാണ്, സത്യമായിട്ടും അച്ഛന് കല്യാണം കഴിക്കാൻ പറ്റില്ല? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ അങ്ങനെയില്ല, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഉടനെ അവൻ പറയുകയാണ്, ഞാനൊരു കാര്യം അച്ഛനോട് പറയാം, താരാമൂടി നാരായണിക്ക് രക്ഷപ്പെട്ടതാണ് അച്ഛൻ. എന്താണ് പറഞ്ഞത്? താരാമൂടി നാരായണിക്ക് രക്ഷപ്പെട്ടതാണ് അച്ഛൻ എന്ന്. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം അവനിങ്ങനെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക, ജീവിതത്തിൽ വിഷമങ്ങളും കഷ്ടപ്പാടുകളും അലച്ചിലുകളും എല്ലാം ഉണ്ടാകാം. പക്ഷെ ആ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും എല്ലാം ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞു, കടബാധ്യതകൾ കൂടി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ഒരു പിടിപ്പ് കെട്ടവനാണ് അവൻ എന്ന് പലതവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ അതുപോലെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ കഷ്ടപ്പാടുകളിൽ, വേദനകളിൽ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ, ഇത് ദൈവം സ്ഥാപിച്ച ബന്ധമാണെന്നുള്ള ഓർമ്മ നിങ്ങളെ നയിക്കണം. ദൈവമാണ് എനിക്ക് ജീവിത പങ്കാളിയെ തന്ന ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഇത് രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. ആ ബന്ധം ഒരിക്കലും എന്നിൽ നിന്ന് വേർപെട്ടു പോകാൻ പാടില്ല. നിങ്ങൾ വിവാഹത്തിലാകുന്നത് ആരുടെയും സമ്മതത്തോടാതെ പൂർണ്ണമായ അനുഭവവും സ്വാതന്ത്ര്യത്തോടുകൂടിയാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങളുടെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കും. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും
അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് ആരോഗ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശംസകൊണ്ട് നിങ്ങളെ സമ്പന്നരാകട്ടെ. ദൈവം ഉപയോഗിച്ചത് മനുഷ്യൻ ഉയർത്തുന്നതാണ്. ഈ താലി ആശീർവദിക്കുന്നത് ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരുന്നു. പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ദമ്പതികൾ കൈമാറുന്ന മോതിരങ്ങൾ ആശീർവദിക്കുന്നത്. ദൈവമേ, പ്രസാദത്തിന്റെ അടയാളമായ ഈ മന്ത്രം കൂടി ദയാപൂർവ്വം ആശീർവദിക്കുന്നത്. ഞാൻ സ്നാനാവസരത്തിൽ പ്രസാദങ്ങൾ വഴി ക്രിസ്തുവിന്റെ വസ്ത്രമായിരുന്ന ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹപ്പെട്ടതാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളണം. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളണം. സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. മടക്കിയിട്ട് കൈത്തണ്ടയിലിട്ട് കേട്ടോ. സർവലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ വഹിച്ച ഈ സഹോദരനെയും സഹോദരിയും സൗഹൃദമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സമൂഹം മുഴുവനും സ്നേഹത്തിൽ ജീവിക്കുന്ന നാട്ടുനാൾ അഭിവൃദ്ധിപ്പെടാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണത്തിന് വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ, ഇന്ന് വിവാഹബദ്ധരായ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിലേക്ക് യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹിതരാകാൻ മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമമാർഗങ്ങളായി പ്രചോദിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ സഹായങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിലായിരിക്കുന്ന അങ്ങയുടെ മകളെ
സ്വർഗത്തിലേക്ക് വീണ്ടും സംയോജിക്കപ്പെടുന്നതുവരെ സ്നേഹത്തെ വളരുവാൻ ജീവിതം ശക്തികളും ഒരുമിച്ച് തന്നെ ചെയ്യുവാൻ വേണ്ട ഒരു ഭാഗം ഓരോരുത്തരുടെ സുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളവേ. ക്രിസ്തുവിന്റെയും സഭയുടെയും കൂടാശ വെളിവാക്കത്തക്ക വിധം വിവാഹബന്ധം അങ്ങ് മഹത്തായ രഹസ്യമാക്കി പവിത്രീകരിച്ചുവല്ലോ. ദൈവമേ എന്ന വഴി പുരുഷനോട് സ്ത്രീ ഒന്നായി ചേർക്കപ്പെടുകയും ആദ്യം മുതലേ ക്രമവൽക്കരിച്ചിട്ടുള്ള ഈ സഹവാസം അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യുമല്ലോ. ഈ അനുഗ്രഹം മാത്രമേ ഉത്ഭവപാപത്തിന്റെ ശിക്ഷയാലോ ജലപ്രളയത്താലുള്ളവാകുന്ന വിനാശത്താലോ നഷ്ടപ്പെടാറുള്ളൂ. വിവാഹത്താൽ ഒന്നായി തീർന്ന അങ്ങേ ദാസരുടെ മേൽ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അവർ പ്രത്യാശ വയ്ക്കുന്ന അങ്ങേ ആശീർവാദത്തിൽ ശക്തിപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവർഷം അവരുടെ മേൽ ചൊരിയണമേ. അങ്ങനെ വിവാഹ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ അവർ നിലനിൽക്കാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹം ചൊരിയണമേ. അങ്ങേ ദാസിയായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കൃപ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം പ്രകീർത്തിക്കുന്ന പുണ്യവതികളെ അനുകരിക്കുന്നവളായവൾ നിലനിൽക്കട്ടെ. ഇവരുടെ ഭർത്താവിന്റെ ഹൃദയങ്ങളിൽ വിശ്വാസമർപ്പിക്കട്ടെ. ഇവിടെ തുല്യ പങ്കാളിയും കൃപാവര ജീവിതത്തിന്റെ കൂട്ടവകാശിയുമായി അംഗീകരിച്ചുകൊണ്ട് ഇവൾക്ക് അർഹമായ ആദരം നൽകുകയും ക്രിസ്തുതന്റെ സഭയെ സ്നേഹിച്ചതുപോലെ സദാ ഇവളെ സ്നേഹിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ കൽപ്പനകൾ പാലിക്കുകയും ഏകശരീരമായി തീർന്ന് ജീവിത നൈർമല്യം വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ. സുവിശേഷ ചൈതന്യത്താൽ ശക്തിയാർജിച്ച് സർവജന സമക്ഷം ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളായി തീരുകയും സന്താന ഭാഗ്യത്താൽ അനുഗ്രഹീതരാകുകയും സുഹൃത സമ്പന്നരായ മാതാപിതാക്കന്മാരായി തീരുകയും അവരുടെ സന്താന പരമ്പര കാണുകയും ഇവർ ദീർഘായുസുകളായി ജീവിച്ച് ഭാഗ്യപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും സ്വർഗരാജ്യത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളതനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന
ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു. യഥാർത്ഥയ്ക്ക് മുമ്പിൽ വെച്ച് ഒരു വാർത്താൽ ബന്ധിതനായി പുതിയൊരു കുടുംബം ഇവിടെ രൂപപ്പെട്ടു. കുടുംബത്തിൻ്റെ സാമാന്യ നിർവചനം നമുക്കെല്ലാവർക്കും അറിയാം. തത്വമായിട്ടൊക്കെ പറയാൻ അറിയില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോൾ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം. ഇമ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കേട്ടോ? ഇമ്പം എന്ന് പറഞ്ഞാൽ സ്നേഹം, സന്തോഷം. അപ്പോൾ കൂടുമ്പോൾ ആ സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് ഒരു 3 ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. ബാക്കിയുള്ളവർക്ക് പ്രയോഗിക്കാവുന്നതാണ്. 1 3 അക്ഷരങ്ങളാണ്. 1 അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കരുതലാണ്, ശ്രദ്ധ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലുള്ള കരുതലുകളാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് തലവേദനയാണെന്ന് പറയുന്നു. ആ ദിവസത്തിൽ ഒരിക്കൽ പോലും അതിനെക്കുറിച്ചൊന്ന് ചോദിക്കുക പോലും ചെയ്തില്ലെങ്കിൽ അത് കരുതലില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കരുതലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിത. 2ാമത്തെ കാര്യം അപ്രിസിയേഷനാണ്. ആദ്യത്തെ അറ്റൻഷൻ, 2ാമത്തത് അപ്രിസിയേഷൻ. അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ, നന്മ ചെയ്താൽ 5 പ്രാവശ്യം അതിനെക്കുറിച്ച് പറയണം. അപ്രിഷിയേറ്റ് ചെയ്ത് പറയുന്നത്. ഒരു തെറ്റ് ചെയ്താൽ 1 തവണ പറഞ്ഞാൽ മതി. തെറ്റാണെന്ന് അയാൾക്കും അറിയാം, നമുക്കും അറിയാം. അതുകൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്യാൻ, ആത്മാർത്ഥമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യും. 3ാമത്തെ കാര്യം അഫെക്ഷൻ. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആഴമുള്ള സ്നേഹമാണ്. അത് എല്ലാ കുറവുകളുണ്ടായിട്ടും നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ കുറവുകളും വീഴ്ചകളും പോരായ്മകളും ഉണ്ടായാലും ഞാൻ സ്നേഹിക്കുമെന്ന ഉറച്ച തീരുമാനമാണ് അപേക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കുറേ മക്കളുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. കുറഞ്ഞത് 4 മക്കളെങ്കിലും നിങ്ങൾക്കുണ്ടാകുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാൻ 4ാമത്തെ മക്കളാണ്. നിങ്ങൾക്ക് ബലിയർപ്പിക്കാനായിട്ട്, വിവാഹം നടത്താനായിട്ട് ഞാൻ ഉണ്ടാകാൻ കാരണം എൻ്റെ മാതാപിതാക്കൾ 4ാമത്തെ പുത്രനെ അനുവദിച്ചതുകൊണ്ട്. അപ്പോൾ മക്കൾ കൂടുതലുണ്ടാകുന്നത് വലിയ അനുഗ്രഹമാണ് എന്ന് വചനമാണ് പറയുന്നത്, ഞാനല്ല, ദൈവവചനം പറയുന്നത്. അപ്പോൾ മക്കൾ കൂടുതലുണ്ടാകട്ടെ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നു. ഇവരെ ഇത്രയധികം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അറിയുന്ന കാലത്ത് നിങ്ങൾ കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാകാം. പക്ഷെ അറിയാത്ത കാലത്ത് നിങ്ങൾക്ക് വേണ്ടി
വളരെയധികം നീറ്റലിലൂടെ അലച്ചിലൂടെ ഇവർ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരോടും പ്രത്യേകമായിട്ട് ഈ ദിവസത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ഓർമ്മിക്കുമ്പോഴെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തിന് ജിൻസിക്ക് നാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് വളരെ ഭംഗിയായിട്ട് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കാതെ ഭംഗിയായിട്ട് എല്ലാം ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ബലിയുടെ ശക്തിയാൽ അങ്ങേ പരിപാലനത്തിൽ സ്ഥാപിച്ചതിന് കാരുണ്യവായ്പോടെ യാത്ര ചെയ്യണമേ. ഭാവനബന്ധത്താൽ സംയോജിപ്പിച്ച ഇവരെ ഒരേ അപ്പത്താലും ഒരേ പാനപാത്രത്താലും പരിപോഷിപ്പിക്കുകയും ചെയ്ത ഇവരെ ഒരേ സ്നേഹത്തിൽ ഏകമാനസരാക്കി തീർക്കുവാനും അങ്ങ് വഴിയാക്കണമേ. അങ്ങയോടുകൂടെ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. നവദമ്പതിമാര് ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. നിത്യപിതാവായ ദൈവം പരസ്പര സ്നേഹത്തിൽ നിങ്ങളെ ഏകമാനസരാക്കി തീർക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളുടെ ഭവനത്തിൽ സദാ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹീതരാകുകയും സുഹൃത്തുക്കളിൽ നിന്ന് ആശ്വാസവും എല്ലാവരോടും യഥാർത്ഥ സമാധാനവും നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൽ നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി തീരുകയും അവസരം ആർത്തരും നിങ്ങളിൽ കാരുണ്യം കണ്ടെത്തി അവർ നിങ്ങളെ ദൈവത്തിന്റെ നിത്യഭവനത്തിൽ കൃതജ്ഞതാപൂർവം സ്വാഗതമേകുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആശീർവദിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. നിങ്ങൾ പോയി ക്രിസ്തുവിനെ സാക്ഷിയാക്കുക. How do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again, as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine, and when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know
that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I won't mind if we get no rest till the sunrise, until you make me fall in love again as light shows your face. I can never be the same. I plan to love you all my life, until you meet your chariot. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. നമ്മുടെ bride, Anu N. Suru, son of Mr. Suru and Mrs. Milda Suru from Kozhikode, working as a business immigration analyst in Fragment in Koba, Kochi. ഇനി ജിയെ പറ്റി പറയുകയാണെങ്കിൽ ജിയോ മറിയം രാജ്, daughter of Mr. Raju TM and Mrs. Shiny Raj from Ernakulam, working as senior system engineer in Infosys Technopark, Trivandrum. ഈ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഇവരുടെ ഒപ്പം സന്തോഷിക്കുന്നത് ഇവരുടെ ഫാമിലി കൂടി ആയിരിക്കും. സോ അവരുടെ വളരെ ഇനിതുമായ പ്രസൻസ് കൂടി സ്റ്റേജിൽ ആവശ്യമായിട്ടുണ്ട്. സോ ഞാൻ ആദ്യമേ തന്നെ അതിലേറെ പാരൻസിനെ ഫാമിലിയെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ സുരു ആൻഡ് മിസ്സസ് മിൽഡ, പ്ലീസ് സ്റ്റേജ്. ജിയുടെ ഫാമിലിയാണ് വിളിക്കുന്നത്. മിസ്റ്റർ രാജു ആൻഡ് മിസ്സസ് ഷൈനി, അതോടൊപ്പം ജിയുടെ ബ്രദർ Mr. Jintu and his wife, Mrs. Ananya, and their kid Noah. എല്ലാവരെയും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. സോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ സ്റ്റേജിലുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് സെറമണി എന്ന് പറയുന്നത് ലൈറ്റ് ഓഫ് ദ ലാമ്പ് സെറമണിയാണ്. ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസരിച്ചുകൊണ്ട് തിരികഴിക്കുന്നതിനായി നമ്മൾ വന്നവരെമാരെയും ഫാമിലിയെ സ്വാഗതം ചെയ്യുന്നു. The beauty and the grace, nothing we would change at all. A feeling that is deeper than the ocean, raging to the sound of us. The whisper of the wind, calling us to something more. What if we set out upon the waters, sail till we lose sight of shore? The light and the wilderness, we were made for all of this. You alone my confidence, ready for it all. This is who we are, this is where it starts. The rush of the unknown, awakening these untamed hearts, reaching out beyond our hesitations, knowing how we've come so far. The veil is getting thin, more than just
Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for. When the morning light brings us to our feet, we'll keep chasing what we were meant to be. We can feel it, we're ready for anything. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting for. Give our dreams to the rising sun. Make our way, we have just begun. We're closer to heaven, there's so much ahead of us. We'll give our dreams to the rising sun. Make our way, we've just begun. We're closer to heaven, there's so much ahead of us. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting for. കാത്തെല്ലാം കാതലാകും കാലമേ നിന്നു ഓടുമോ പക്കമാ നീയോ നാനോ അപ്പതാ വാഴ തോണുമോ ഒന്ന பார்த்தா கண்ணு ஊறுதே கண்டமாகுதே புத்தி மாறியே சத்தம் போடுதே நீ தொட்டு பேச கூச்சமாகுதே மூச்சு வாங்குதே காலு உன் வழி போகலாங்குதே உள்ளார ஐயோட அவ பார்த்த பாடு ஐயோட அவளோட போத தன்னாலே தள்ளி போய் குடிதாடே ஐயோட அவ பார்த்த பாடு ஐயோட அவளோட போத தன்னாலே தள்ளி போய் குடிதாடே മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള്
കനവില് വന്നോള് നിൻ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്. ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള്. പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്. ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം. അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള. पुदीना देगा नाका नागिना देगा चिकनी चमेली देखी चिकना कमीना देगा चांदनी चिडर होके चीट किया तो सारे तारे बोले गिली गिली अक्खा. मेरी बात तेरी बात ज्यादा बातें बुरी बात थाली में कटोरा लेकर आलू भात मूड़ी भात मेरे भी जो किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का. खड़ा है कम वक्त छोड़ना जाने ना. बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना. ये जो हाल है सवाल है कमाल है जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना. அப்படி போடு 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 அஸ்தி போடு கண்ணாலே இப்படி போடு 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 எடுத்து போடு கையாலே. உன்னோட போறதுக்கு உப்பு மூட்டை எடுக்கிற உன்னோட கண்ண புதி கண்ணா மூட்டி ஆடவர இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா. I can't see through the windows. I can't hear through the walls. But I can't live in the middle. Afraid of it all. I just need to feel the sun against my skin. 'Cause I'm done with the cold.
നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടുള്ളതെന്ന് അങ്ങയുടെ ഫലമായി അംഗീകരിക്കപ്പെട്ടെന്നാവുന്നു. ഗ്രാനറ്റും വിശുദ്ധന്മാരും